ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലുള്ള നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്, ലാൽ കില. അപ്പോൾ ലാൽ കില എന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഇതിന് മുന്നേ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത് റെഡ് ഫോർട്ടാണ്. നമ്മൾ സ്കൂളിൽ ഇങ്ങനെ എന്താ പറയുക, ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, അതേ സെയിം ലാൽ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഹിസ്റ്റോറിക്കൽ പരമായിട്ടൊന്നും എനിക്ക് അധികം അറിയത്തില്ല. പക്ഷെ ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ഫ്രീ ഒന്നും അല്ല. ഇവിടെ അതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും എക്സ്ട്രാ ചാർജസ് ആണ്. അതിൻ്റെ എൻട്രൻസ് വരെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഇതിന് മുന്നായിട്ട് ഇവിടുത്തെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുമ്പോഴത്തേക്ക് 50 ഉള്ളൂ പെർ പേഴ്സണ്. ഇത് സെപ്പറേറ്റ്, ലൈക്ക് മ്യൂസിയത്തിൻ്റെതും സെപ്പറേറ്റ് ആണ്. ഇത് നമുക്ക് റെഡ് ഫോർട്ട് മാത്രം കാണണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റും മ്യൂസിയത്തിൻ്റെത് സെപ്പറേറ്റും ഒക്കെയാണ്. നമ്മൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസ് വരെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് 40 റുപ്പീസാണ് അവർ മേടിക്കുന്നത്, പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ലാൽ കിലാൻ്റെ ഫ്രണ്ടിൽ മെയിൻ എൻട്രൻസ് ഒക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഫോൺ ഉണ്ടല്ലോ, നമ്മൾ അത് വെച്ച് ഫോട്ടോ എടുത്തോണ്ട്. ഈ പ്രാവൊക്കെ പറക്കണൊക്കെ വേണ്ട ആങ്ങളേനെ ഓർമ്മ വേണ്ട. നോ താങ്ക്സ്. നമ്മളിവിടെ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ലൈക്ക് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പോലെ ലേഡീസിനും ജെൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോവാണ്. തീരെ വെയിലില്ല, നല്ല സമയം നോക്കി കണ്ടെത്തിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതിനകത്തൊരു മാർക്കറ്റ് ഉണ്ട്, ലൈക്ക് ഒരു ട്രഡീഷണൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചെറിയ ഓട്ടോറിക്ഷ, ഇവിടെ വാളും പരിചയമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ചീപ്പായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഓക്സിഡൈസ് ജ്വല്ലറീസ് കാര്യങ്ങൾ ഇതൊക്കെ 100ൻ്റെ ആണ്. ഞാൻ മുന്നേ ഗുജറാത്തിൽ പോയപ്പോഴത്തേക്കും ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഇതിനെല്ലാം 100 റുപ്പീസേ ഉള്ളൂ. കൊള്ളാം. ഏതെടുത്തു കഴിഞ്ഞാലും 100 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു മീന ബസാർ എന്നാ പറഞ്ഞത്. യുഎയിലൊരു മീന ബസാർ ഉണ്ട്, അത് മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. ഇതാ പറഞ്ഞത്. ഇവിടെ എനിക്ക് വന്നിട്ട് ഇഷ്ടമായി. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ സമയത്തിന് അന്വേഷിച്ചാൽ കാണാത്ത ഒരേ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ ചെവിയിലുള്ള ഈ ഹോളാണ്. എന്തൊക്കെ വാങ്ങിക്കാൻ കിടക്കുന്നു. ഇവിടെ കുറേ ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു. എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നുണ്ട്. ഇവിടെ നോക്കിയാൽ എനിക്ക് ഈ ഒരു ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ നോക്കുമ്പോൾ, ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് എൻ്റെ ഈ ഫോൺ പോലും കൊള്ളത്തില്ല. വെറുതെ ഷോയ്ക്ക് കൊണ്ട് നടക്കാവുള്ളൂ. വേണ്ട അല്ലേ, വെറുതെ എന്തിനാ. ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് എടുക്കാൻ നിന്ന ഓരോ ഷോപ്പിൽ നിന്ന് ഓരോ ഐറ്റം എടുക്കേണ്ടി വരും.
അതുകൊണ്ട് ഞാൻ തൽക്കാലം പർച്ചേസിങ്ങിനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് കണ്ടു പോകുന്നില്ല. നോർമലി പുറത്തുനിന്നുള്ളതിനേക്കാളും നല്ല വിലയൊക്കെ കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ, കാരണം ഓരോ ഐറ്റംസും 100 റുപ്പീക്കേ ഉള്ളൂ. ഉള്ളിൽ നിന്ന് ഇങ്ങനെ അകത്തെത്തുന്ന വരെയും ഫുള്ള് മാർക്കറ്റാണ്. നമ്മുടെ ആ മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നൊരു ചെറിയ പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. നമുക്ക് വിശ്രമം വേണ്ട, 1-2 സ്ഥലങ്ങൾ വേറെയും കാണാനുള്ളതാണ്. സോ ഈ ലാൽ കിലയെ കുറിച്ച് എനിക്ക് ചരിത്രപരമായിട്ട് അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് വിക്കിപീഡിയ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്. നമ്മുടെ താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ഉസ്താദ് അഹമ്മദ് ലാഹോരിയാണ് ഈ ലാൽ കിലയും നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഷാജഹാന്റെ എംപറർ ടൈമിലാണ്, പുള്ളിയുടെ ആ ഒരു റൂളിംഗ് ടൈമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ്റെ ക്യാപിറ്റൽ ആദ്യമായിരുന്നത് ആഗ്രയിലാണ്, അതിനുശേഷമാണ് ഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ചേഞ്ച് ആക്കുന്നത്. ആ ടൈമിലാണ് ഇത് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 375 വർഷത്തിന് മേലെയായി ഇത് ബിൽഡ് ചെയ്തിട്ട്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ വരുന്നതെന്ന് പറയുന്നത് വിളംബരം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നൗബത്ത് ഗാന എന്നാണ് പറയുന്നത് വിളംബരം ചെയ്യുന്നത്. അപ്പം ഡെയിലി ഒരു 5 ടൈംസൊക്കെ ആ ഒരു സോങ് ഒക്കെ ഇവർ അനൗൺസ് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം കറുത്തിട്ട് വല്ലാത്തൊരു കോലായിപ്പോകും, എൻ്റെ ഡ്രസ്സിൻ്റെ കളറിലോട്ടൊക്കെ ആയിപ്പോകും. ഞാൻ ഉള്ളിലോട്ട് പോവുകയാണ്. നല്ല വെയിലുണ്ട്, ഉച്ച സമയത്ത് നാലും വരരുത്. ഒരു ഈവനിങ് ടൈം വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വരേണ്ടത്. കൂടുതൽ ഇവിടെ അങ്ങനെ ചരിത്രം നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രസമാണ് ഇവിടെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരാമെന്നൊക്കെ പറയുന്നത്. പിന്നെ കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള ഒരു പാലസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ആ ഒരു സംഭവം അതല്ലാതെ നമ്മളിവിടെ ചരിത്രം നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. സോ ഈ റെഡ് ഫോർട്ടിനുള്ളിൽ കയറുന്ന ടൈമിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്തുള്ളൊരു മ്യൂസിയം ഉണ്ട് എന്നുള്ള. ആ മ്യൂസിയത്തിലോട്ടാണ് ഇപ്പോൾ ഞാൻ കയറുന്നത്. കയറുമ്പോൾ തന്നെ 2 സൈഡിലായിട്ടൊക്കെ കുറേ വാൾപേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരു വാൾപേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 1857 മുമ്പുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള കുറേ സ്റ്റേറ്റും കാര്യങ്ങളും ആ ടൈമിലുള്ള പ്രൊവിഷ്യൽ സംഭവങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ടൈമിലുള്ള എന്തൊക്കെയോ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്, ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക്. സോ ഇതാണ് കേട്ടോ ആ മെൻഷൻ ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റിവോൾട്ട്സും അനക്സേഷനും വാറും സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ കേരളമൊന്നും തൽക്കാലം ഇല്ല, ട്രാവൻകൂറിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മധുരയുണ്ട്, തഞ്ചാവൂരുണ്ട്, മൈസൂർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. ഇടയ്ക്കൊക്കെ ഫുള്ള് ഗ്യാപ്പാണ്. ഇതൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് മ്യൂസിയത്തിലെ ശരിക്കുള്ള സംഭവം. ഒരുപാട് ഉദ്ദേശിച്ചത്ര ഒന്നുമില്ല, ലൈറ്റായിട്ടുള്ള വാള് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് 3 വാളും അതിൻ്റെ കേസും ഒക്കെ ഉള്ളൂ. 3 അല്ല 2 ആണ്. അതെ, 2 വാളും അതിൻ്റെ ഒരു ഓറയും. ഇത് പണ്ട് കാലങ്ങളിലെ അമ്പും വില്ലും ആണ്. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത്, അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് അമ്പും വില്ലും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ലെറ്ററാണ്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ആണ് നിങ്ങൾ വായിച്ചത്. നേരത്തെ ഷാജഹാൻ ബാഗ് നമുക്ക് പണ്ട് കാലങ്ങളിൽ ന്യൂസ് പേപ്പറാണ്. ഇത് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പിസ്റ്റലാണ്, തോക്കുകളാണ്. ഞാൻ വിചാരിച്ചു അത് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഇപ്പുറത്തും കുറേയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചെറിയ മ്യൂസിയം അല്ല കേട്ടോ. ഇതെന്ത് സംഭവം? ഹാമറൊക്കെ ഉണ്ട്, റൈഫിളുണ്ട്, വലിയ റൈഫിളാണ് കേട്ടോ. അത് പണ്ടും കണ്ടോ പാങ്ങോട് ഷൂട്ടിങ്ങിന് നിങ്ങളത് ആ ഷൂട്ടിംഗ് അല്ല, ഷൂട്ടിന് പോയപ്പോഴത്തേക്കും ട്രെയിനിങ്ങിന് പോയപ്പോഴത്തേക്കും കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. 8 lakhs വലിയ റൈഫിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ തൂക്കി പിടിക്കുന്നതെന്ന് ആലോചിക്കുന്നത്. ഇതേതോ ഒരു ക്വീൻ്റെ സ്കേർട്ടാണ്, ഓൾമോസ്റ്റ് ഒക്കെ പോയിരിക്കുന്നു. ഇതൊക്കെ ഇവർ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഗൗൺ ഓഫ് ബഹദൂർ ഷാ
എല്ലാവരെയും എന്നൊക്കെ അടി വാങ്ങിക്കാൻ ഞാൻ വിളിക്കാറ്. നല്ല കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഈ മ്യൂസിയത്തിനകത്ത് കയറിയിട്ട് ഏകദേശം കണ്ടു എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടല്ലോ എന്താണ് ഞാൻ കാണിച്ചതെന്നുള്ളത്. അപ്പോൾ അതിന് ഓരോ ഫ്ലോറിലും അല്ലെങ്കിൽ ഓരോ സൈഡിലും ഓരോ വാളും അങ്ങനത്തെ എന്തോ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണോ കുറേ നടന്ന് ഇപ്പോൾ തന്നെ കാല് വയ്യാണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഇത് ഒരു മഹലാണ്. ഈ ഒരു മഹൽ കറങ്ങി കണ്ടപ്പോൾ തന്നെ എൻ്റെ കാലൊക്കെ വല്ലാത്തൊരവസ്ഥയില്ല. ഇനി ഇതുപോലത്തെ 12 മഹലുണ്ട്. ഒരുപാട് രാജാക്കന്മാരുടെ യൂസ്ഡ് ആയിട്ടുള്ള അവർ യൂസ് ചെയ്തിട്ടുള്ള വാളും അല്ലെങ്കിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ള കുറേ സാമഗ്രികളൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഞാൻ എന്തായാലും കാണാൻ നിൽക്കുന്നില്ല. ഇങ്ങോട്ട് വരുന്നവർക്ക് കയറി കാണണമെങ്കിൽ കയറി കാണാം. രസമാണ്. പിന്നെ കാലിൻ്റെ പരിപ്പളകും, അത് വേറൊരു വിഷയം. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എനിക്ക് ഇറങ്ങി കാണാനൊന്നും. ഞാനിപ്പോൾ തന്നെ ഫെഡപ്പായി. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ പാർക്ക് കുറേ വലിയ വലിയ മരങ്ങളും നല്ല തണലും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നും എന്താ പറയുക, ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ തന്നെ ഫുള്ള് നമുക്ക് കറങ്ങി നമ്മുടെ ടൈം നമ്മൾ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും തൊട്ടടുത്ത് വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വെച്ചിട്ട് നിർത്തുവാണ്. വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണം. ഇതിന് മുന്നേ ഞാനിത് ഫസ്റ്റ് ടൈം അല്ല ഡൽഹിയിൽ വരുന്നത്, സെക്കൻഡ് ടൈമാണ്. ഇതിന് മുന്നേ ഞാൻ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ഇത് കാണാൻ പറ്റില്ല എന്ന് ഞാൻ കവർ ചെയ്തതാണ്. ഇതുപോലുള്ള ഡൽഹിയിലുള്ള ബാക്കി വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്ര നേരം കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കീപ് സപ്പോർട്ടിങ് മീ. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, എനിവേസ്, ബൈ ബൈ.